ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ സെക്കൻഡ് ഷോ തൃശ്ശൂർ രാംദാസ് തിയേറ്ററിൽ നിന്നാണ് നമ്മൾ നുണക്കുഴി മൂവി കാണുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബേസിൽ നായകനായി അഭിനയിച്ച പടം. ആദ്യത്തിന് എടുത്തു പറയേണ്ടത് ഹൗസ്ഫുള്ളായിരുന്നു, ഫുൾ ഫാമിലി. ഇന്നലെ പടം കാണുന്ന സമയത്ത് തിയേറ്ററിൽ സംവിധായകൻ്റെ പേര് എഴുതി കാണിക്കുമ്പോൾ ഒരു കയ്യടി, ബേസിലിനെ കാണിക്കുമ്പോൾ അതിഗംഭീര കയ്യടി. ഒരു ഫാമിലി സ്റ്റാറായി മാറിയെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് കേട്ടത്. അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, അവിടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ലിങ്ക് പോയി കാണാം, അഭിപ്രായം പറയണം എല്ലാവരും. അപ്പോൾ നുണക്കുഴി പേര് പോലെ തന്നെ നുണ പറഞ്ഞിട്ട് പെട്ടുപോകുന്ന കുഴിയിലാകുന്ന കുറച്ച് ആളുകൾ ഒരു 4-5 ഇൻസിഡൻസ് തമ്മിൽ കണക്റ്റ് ആവുന്നു. ക്ലൈമാക്സിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പടമാണ് ഇത്. ഈ പടത്തിനെ കുറിച്ച് എനിക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു ട്രെയിലർ കണ്ടപ്പോൾ. ആ മൈൻഡ് സെറ്റിലാണ് ഞാൻ പടം കണ്ടത്. അതുകൊണ്ട് എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി എന്നൊരു ഫീലാണ് കിട്ടിയത്. കണ്ടിരിക്കാം. ജിത്തു ജോസഫ് ഫിലിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, അതിപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് സബ്ജക്റ്റ് പടങ്ങൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മിസ്റ്റർ റൗഡി, മമ്മി ആൻഡ് എനിമി, ബിഗ് ബോസ് പോലത്തെ പടങ്ങളൊക്കെ അത്യാവശ്യം ഫാമിലീനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ മമ്മി ആൻഡ് എനിമിക്ക് വമ്പ ഹിറ്റാണ് ബിഗ് ബോസ് ഒക്കെ. മിസ്റ്റർ റൗഡി ഓക്കെ, ആളെ സംവിധാനം ചെയ്തതിന് ഫ്ലോപ്പായ പടം മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ ഏവറേജ് അബവ് പടങ്ങളുണ്ട്. പിന്നെ ത്രില്ലറിൽ വന്ന് നമുക്കറിയാം, ദൃശ്യം 2, ദൃശ്യം ഒരുപാട് പടങ്ങളുണ്ട് ആ ഒരു രീതിയിൽ. പിന്നെ ഒരുപാട് പടം 17-18 പടം ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ പടങ്ങളും നമ്മൾ കണ്ടുള്ളതാണ്, എനിക്കിഷ്ടപ്പെട്ട പടങ്ങളാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ട ഈ സമയത്ത് ബേസിലിനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനത്തെ ഒരു പടം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെങ്ങനെ ഉപയോഗിക്കണം എന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. ആ രീതിയിൽ ആൾക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു തിരക്കഥ, അത് KR കൃഷ്ണകുമാറാണ് തിരക്കഥ ഇട്ടുള്ളത്. വ്യത്യാസം ഇതാണ് ഇതൊരു പടം എന്ന് വെച്ചൊരു വൺ ഡേ നടക്കുന്ന കാര്യങ്ങളാണ്. പെർഫോമൻസുകൾ എടുത്തു പറയാനുണ്ട്. നമ്മൾ ഒരുപാട് കോമഡി പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റുവേഷനിൽ സംഭവിക്കുന്ന കോമഡി, നല്ല കൗണ്ടറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിരിക്കാവുന്നൊരു മൂവി. ഇടയ്ക്ക് പടം കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നു, പിന്നെ കണക്റ്റായിട്ട് വന്ന് ക്ലൈമാക്സിൽ നല്ലൊരു എൻഡിങ് ആണ്. തിയേറ്ററിൽ നല്ല കയ്യടിയായിരുന്നു കേട്ടോ സ്ത്രീകളുടെ. എനിക്ക് അതിശയിച്ചു പോയി. എനിക്ക് അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ അത്യാവശ്യം കണ്ടിരിക്കാന്നുള്ള മോശം എക്സ്പീരിയൻസ് നല്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടിരിക്കും. ഞാൻ എക്സ്പെക്ടേഷൻ കൊടുത്തിരുന്നുള്ളൂ. പക്ഷെ പടത്തിന് നമുക്ക് ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഊഹിക്കാം. പേര് പോലെ തന്നെ ആ ട്രെയിലറിൽ കാണിക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് ബേസിൽ കാലങ്ങളായിട്ട് ചെയ്തു തരുന്നൊരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷെ ആ ക്യാരക്ടറെ കാണാൻ മലയാളിക്ക് ഇഷ്ടമാണ്, ഫാമിലിക്ക് ഇഷ്ടമാണ്. ജിത്തു ജോസഫ് പറയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആളുടേതായ ആ ചിരി, കുസൃതി, നുണ കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് എടുത്ത് കൊണ്ടുപോയിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിഖില വിമൻ്റെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് അവസാനം ഉള്ളൂ, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നടിയും കൂടിയാണ് നിഖില വിമല്. നല്ല എന്താ പറയുക, ദേഷ്യം വരുന്ന സീനുണ്ടല്ലോ, ആ സീനുകളിൽ നിഖില വിമൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അത് നമ്മൾ ഗുരുവായൂരമ്പലടയിലൊക്കെ മൂവിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അത് നോട്ടൊക്കെ. അതുപോലെ 1-2 സീനുണ്ട്, അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരു സാഹസിക വിജയ്, ചെറിയൊരു സ്പേസ് ഉള്ളൂ, അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഗ്രേസ് ആന്റണി പടത്തിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഗ്രേസ് ആന്റണി ഒരു ഇൻസിഡന്റ് ഭാഗമായിട്ട് ഈ പടത്തിൽ മെയിനായിട്ട് വരുന്നതാണ്. അത് നല്ല കോമ്പിനേഷൻ സീനുകളുണ്ട്. ബേസിലായിട്ട് പോലീസ് സ്റ്റേഷനിൽ ബൈജൊക്കെ ആയിട്ടുള്ള കുറേ സീനുകളുണ്ടായി, ജോർജ് വർഗീസൊക്കെ ആയിട്ട്. പൊളിയാണ്. അതുപോലെ ശ്യാമോഹൻ, ജാക്കെ, ആൾ കുറച്ച് റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. അജു വർഗീസ് ഭയങ്കര ഒരു സിമ്പിളായിട്ടൊരു മനുഷ്യനായിട്ടുള്ളൊരു ക്യാരക്ടർ, നല്ല രസമായിട്ടുണ്ട്. സിദ്ദിഖ് എടുത്തു പറയണം, സിദ്ദിഖ് അടിച്ച് കൊല ചെയ്തിട്ടുണ്ട്. കോമഡി ആള് ഫസ്റ്റ് കാണിക്കുന്ന ഭയങ്കര സീരിയസ് ആയിട്ട് ആളെ കാണിക്കുന്നത്. ഇൻകം ടാക്സ് ആണ്, അതിൻ്റെ ഓഫീസറാണ്. പിന്നെ ആള് വെള്ളമൊക്കെ അടിച്ച് കൂറായിട്ട് അത്രയും കോമഡി വർക്കൗട്ട് ആവും. അതുപോലെ കോമഡി ഞാൻ കണ്ട് ചിരിച്ചുള്ള സിദ്ദിഖിൻ്റെ അടുത്ത്. എന്നാലും എൻ്റെ അളിയാതൊരു മൂവി, ആ പടത്തിൽ ക്ലിക്കാവാത്ത പടമാണ്. അതിൽ പിന്നെ മനോജ് കേജസ് കംബാക്ക് തന്നെ പറയാം, അടിപൊളി. ആളറിയാം, ആളെ കുറച്ച് കൗണ്ടറുകളുണ്ട്, 2 കൗണ്ടറുകളുണ്ട്. അതിന് ബിനു പപ്പനുണ്ട് ഇവരുടെ ടീമിൽ, അത് രസമായിട്ടുണ്ട്. അൽതാഫ് സലീം ആളെ ചെയ്യാറുള്ള പോലെ തന്നെ വെറുപ്പിക്കാണ്ട് ഉള്ള സമയം നന്നായി ചെയ്തു പോയിട്ടുണ്ട്. ബൈജു എടുത്തു പറയേണ്ട ബൈജു ആണ്. ബൈജു സംസാരിക്കുമ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ ആൾ തഗ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലൊരു രക്ഷയിലായിട്ട് ചെയ്തിട്ടുണ്ട്. കയ്യിൽ നിന്നിടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അടിപൊളിയാണ് പറയണം. അതുപോലെ തന്നെ ബൈജു അസീസ് നെടുമങ്ങാട് പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് ആളുള്ള സാധനങ്ങളൊക്കെ ആള് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ദിനേശ് പ്രഭാകർ, ദിനു പപ്പു, ലേന കുറച്ച് നേരമുള്ളൂ. നല്ല കോമഡിയാണ് സബ്ജക്റ്റ്. ഒരു കുറേ സംഭവങ്ങളായിട്ട് കണക്റ്റ് ആയിട്ട് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ക്ലൈമാക്സ്. പിന്നെ അത്യാവശ്യം നല്ല പടത്തിന് സിറ്റുവേഷൻ ആയിട്ടുള്ള കുറച്ച് BGM ഉണ്ട്. ഈ കോമഡി സീനിൽ കുറേ BGM ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെ രസമായിട്ടുണ്ട്. പടം ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്റർ എക്സ്പീരിയൻസ് എടുക്കേണ്ട മൂവി, ഒരു ആവറേജ് മൂവി എന്ന് തന്നെ പറയാം. ആവറേജ് അബവ്, ഫാമിലിക്ക് ഇഷ്ടപ്പെടും. പടം സെറ്റാണ്. മലയാളത്തിൽ ഈ ടൈപ്പ് മൂവീസ് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് മലയാളത്തിൽ അങ്ങനത്തെ മൂവീസൊക്കെ. പണ്ട് നടക്കുന്ന സംഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ഇൻസിഡൻ്റ് ആയിട്ട്
അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സബ്ജക്റ്റ് അതുപോലത്തെ ഒരു പടം തന്നെയാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ എൻ്റർടൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ പടത്തിൽ ഇട്ട് തരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. ജിത്തു ജോസഫ് എന്നൊരു സംവിധായകൻ്റെ സ്കില്ലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബേസിലും ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ മമ്മിയൻ എനിമി അതുപോലെ ബിഗ് ബോസ് കണ്ട് ചിരിച്ച പോലെ ആ ലെവലിലേക്ക് എത്തില്ല, എന്നാലും നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റിയ ഒരു പടമാണ്. തിയേറ്ററിൽ ഫാമിലിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു പടമാണ്. അനാവശ്യമായിട്ടൊന്നും ഒരു വാക്കോ ഒന്നും ഈ പടത്തിൽ വരുന്നില്ല. ശരിക്കും ഫാമിലി ത്രില്ലറാണ്. ഫാമിലിക്ക് വേണ്ടി എടുത്തു തന്നെയാണ്, യാതൊരു സംശയമില്ല. ബേസിൽ ഈ സമയത്ത് ഫാമിലി മാനാണ്, അപ്പം അതുകൊണ്ട് എടുത്തതാണ്. തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ല കോമഡി മൂവി. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിലയിരുത്തുക, കമൻറ്റ് ബോക്സിൽ വരിക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. ബൈ. മുകേഷ്.